എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ചില്ലി ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ 4 മണിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നൗഫലാണ് ഇത് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 4 ഇഡ്ഡലി പീസസ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ തിക്നെസ് അധികം ലൂസായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഈ ബാറ്റർ ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഇഡ്ഡലിയുടെ പീസസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം അകത്തുള്ള ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആകും. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഖുഷ്ബു ഇഡ്ഡലി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇഡ്ഡലി. ഇനി ഇത് നമ്മൾ ചില്ലി ഇഡ്ഡലി ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണ് ഇതിന് നല്ലത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അധികം മൂക്കണ്ട. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണിത് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം. ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് അല്ല സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇത് കാരമലൈസ് ചെയ്ത് നല്ലൊരു ഫ്ലേവർ ഇതിന് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ഇഡ്ഡലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.